ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. നമ്മൾ ചിപ്സ് പോലെ തന്നെയാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഈ വൈകുന്നേരം വരുമ്പോൾ ഒരു സ്നാക്കായിട്ടൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്നനുസരിച്ച് അതിനുള്ളത് എടുക്കാം. നമ്മളിവിടെ 3 എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിതിൽ നല്ല വലുതായതുകൊണ്ട് ഈ 2 മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇത് നമുക്ക് 2 അല്ല, ഒരു 10 എടുത്താലും സംഭവം നമുക്ക് സെയിലായി പോകും. കാരണം കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കണം. നമ്മൾ നേരെ പച്ചവെള്ളത്തിലേക്കാട്ടോ ഇതിങ്ങനെ ജസ്റ്റ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. നമ്മളിത് എത്രത്തോളം കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇതങ്ങ് വാടി കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടിയാൽ മാത്രം ഇതൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്കൊരു 1-2 ടീസ്പൂണോളം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ആകുമ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടും നമുക്ക്. അതിനുശേഷം നമുക്കിത് ഉപ്പും എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റോളം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഒന്നും കൂടി നമ്മളിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത് നമ്മൾ കഴുകിയെടുക്കുന്നതും ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നമ്മൾ രണ്ടാമതും ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധിക സമയമൊന്നും ഇതിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വേറെ ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഊറ്റിയിടാം കേട്ടോ. അത് നന്നായിട്ട് വെള്ളമൊന്ന് ഊർന്നു പോകണം. അത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പേപ്പറിൽ അതിൻ്റെ മുകളിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നിരത്തിയിട്ട ശേഷം നമുക്ക് വേറൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ട് ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ടിഷ്യൂ പേപ്പറിൽ പിടിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ചിപ്സ്. അപ്പം നമുക്കിത് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനൊരു ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതൊരു 2 ടീസ്പൂണോളം കോൺഫ്ലവറാണ്. പിന്നെ ഇതിന് പാകത്തിനുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തും കൊടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ഈ കോൺഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുഴിയുള്ള ചീനച്ചട്ടി വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് മുങ്ങിക്കിടക്കാനുള്ള എണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നമുക്ക് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏത് എണ്ണയാണെങ്കിലും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതാ നമ്മൾ ഈ എടുത്ത ഉരുളക്കിഴങ്ങുണ്ടല്ലോ ഇതേപോലെ ആക്കിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ചുരുൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് എങ്ങനെ പൊരിച്ചെടുത്താലും ടേസ്റ്റാണ്. പിന്നെ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ചെയ്യുന്നു എന്ന് മാത്രം. ഇത് ഒരു ടൂത്ത് പിക്കിൽ 1 അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് തന്നെ ഞാൻ ചെയ്ത പോലെ 3 വേണമെങ്കിലും നമുക്ക് ഇതേപോലെ എടുക്കാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് പൊട്ടിപ്പോകുമൊന്നുമില്ല. നന്നായിട്ട് ഇത് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാൻ പറ്റും. നമ്മളിതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് നമുക്കതിലേക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ല ഫ്ലെക്സിബിളായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതായാലും 2 ഇതേപോലെ ഒരു 3 വീതം നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 6 ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ.
അപ്പം നന്നായിട്ട് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ക്രിസ്പായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പക്ഷെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാം ട്രിപ്പ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതല്ലാതെ തന്നെ നീളത്തിലുള്ളതും ഇതാക്കണ്ടല്ലേ, നീളത്തിലുള്ളതല്ല, നമ്മൾ ചുരുട്ടാതെ തന്നെ അതും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം നല്ല ക്രിസ്പായിട്ടിരിക്കും. ഇതാക്കണ്ടല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സ്നാക്കുകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.